വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാകളരി വായനാ വെളിച്ചം വെളിച്ചത്തിനെന്ത് വെളിച്ചം സമാപന പരിപാടി നടന്നു. പ്രമുഖ നാടക നാടൻപാട്ട് കലാകാരൻ ജയൻ കാടകം ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവരുന്ന വായനാ വെളിച്ചം വായനാകളരി പരിപാടിയുടെ സമാപനം വെളിച്ചത്തിനെന്ത് വെളിച്ചം പരിപാടി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വെള്ളിക്കോത്ത് ടൗണിൽ നിന്നും ഘോഷയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സമാപന പരിപാടി നാടക നാടൻപാട്ട് കലാകാരൻ ജയൻ കാടകം ഉദ്ഘാടനം ചെയ്തു. പടയണി എന്നത് നമ്മളൊരു ജില്ല, കേരളത്തിലെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ട് അറിയപ്പെടുന്നതാണ്. ആർക്കറിയോ? പത്തനംതിട്ടയാണ് കേട്ടാ. പത്തനംതിട്ടയിലെ ഒരു കലാരൂപമാണ് പടയണി. ആ പടയണിയിൽ ഇവിടെ പൂരക്കളി പോലെ തന്നെ മറുത്തുകളിയുണ്ട്. മനസ്സിലായല്ലോ? മറുത്തുകളിയുണ്ട്. ആ മറുത്തുകളിയിൽ കുറച്ച് സ്പീഡായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഈ പാടുന്നത്. കുറച്ച് അപ്പൊ ഇതാണ് നിങ്ങൾ പാടേണ്ട. ഇങ്ങനെ കൈയടിച്ചിട്ട് അയ്യയ്യയ്യേ 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 മനസ്സിലാ? മനസ്സിലാലോ? എല്ലാം ഒത്തുള്ള പാടണേ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. അയ്യയ്യയ്യേ 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 അയ്യയ്യയ്യേ. എം ദാമോദരൻ ആലിങ്കാൽ അധ്യക്ഷത വഹിച്ചു. വായനാ വെളിച്ചം കൺവീനർ പ്രവീണ ടീച്ചർ ക്രോഡീകരണം നടത്തി. പരിപാടിയിൽ വെച്ച് കൈയെഴുത്തു മാസികയുടെ പ്രകാശനവും അനുമോദനവും നടന്നു. കെ രാധാകൃഷ്ണൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും അഴീക്കോടൻ ക്ലബ് സെക്രട്ടറി കെ സുജിത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങൾ ഒരുക്കിയ നാടകത്തിന്റെ അവതരണവും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.